അഗെയിൻ ഞാൻ വോയിസ് ഓവർ ആണ് കേട്ടോ കൊടുക്കുന്നത്. ആക്ച്വലി ഈ വ്ലോഗ് കംപ്ലീറ്റ് അല്ല, ഒരു ഇൻകംപ്ലീറ്റ് വ്ലോഗാണ്. കാരണം നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒമിറ്റ് ചെയ്തൊരു സൈഡായിപ്പോയി. പിന്നെ മോൻ എണീറ്റു, സോ അവനെ മാനേജ് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാറിൽ പോകുമ്പോൾ ഫോൺ നോക്കുകയാണെങ്കിൽ തലവേദന എടുക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും മോനായിട്ട് നമ്മൾ ആദ്യം പോകുന്ന ട്രിപ്പാണ്. അത് മാത്രമല്ല, നമ്മുടെ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. സോ അതിൻ്റെ കുറച്ച് മെമ്മറീസ് എന്തായാലും ക്യാപ്ചർ ചെയ്യണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫ് കോഴ്സ് നമ്മൾ ഫോട്ടോസൊക്കെ എന്തായാലും എടുക്കും, പക്ഷെ കുറച്ച് വീഡിയോസ് മെമ്മറീസായിട്ട് എടുത്തു വെക്കണം എന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരിമംഗലം പാലത്തിൽ കൂടെയാണ് കേട്ടോ. ഇത് ഈ പാലം നമ്മൾ കുറേ വീഡിയോസിലൂടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ചുമ്മാ അതിൽ കൂടെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പോയത് മെയ് 2023 കേട്ടോ. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി, പിന്നെ കുട്ടി വന്നു, അവനിപ്പോൾ 8 മാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. അവനും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും. നമ്മൾ ആക്ച്വലി മൂന്നാറാണ് പ്ലാൻ ചെയ്ത് പോയത്. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് ന്യൂ ഇയർ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കമ്പം തേനി പോയി, പിന്നെ കുമളി തേക്കടിയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ റിട്ടേൺ വന്നത്. ഈ ട്രിപ്പ് പോയപ്പോൾ മൈൻഡ് ഭയങ്കര റിലാക്സായി, ഒരുപാട് എൻജോയ് ചെയ്തു. ഒത്തിരി നാൾ കൂടിയിട്ട് പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, നന്ദൂട്ടിനെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു. വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അവൻ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആൾ ഉറക്കണീറ്റിപ്പോൾ ഞാൻ അവനെ കളിപ്പിക്കുന്നതാണ് കേട്ടോ. കാർ സീറ്റിലിരിക്കാൻ അവൻ അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും കംഫർട്ട് കാർ സീറ്റിൽ തന്നെ കുട്ടികളെ ഇരുത്തുന്നതാണ് കംഫർട്ട്. പക്ഷെ ആൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. സോ വാശി എടുക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോനും കൂടി ഉള്ള കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഫസ്റ്റ് മൂന്നാറെല്ലാം ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ റിസോർട്ടിൽ പോയത്. നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ റിസോർട്ടിലാണ്. അവിടെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെയ്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വീഡിയോ എൻ്റെ നല്ലവനായ ഹസ്ബൻഡ് എടുത്തു വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഇടുന്ന കൂട്ടത്തിൽ ഞാൻ അതും കൂടി ഇട്ടു എന്ന് മാത്രം കേട്ടോ. എന്തായാലും നന്ദു ഈ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനെ കൊണ്ട് വലിയ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഒത്തിരി തവണ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ മൂന്നാർ പോയപ്പോൾ മൂന്നാറിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവിടെ തോന്നുന്നുണ്ടായിരുന്നേ. അത് കുറേ നാൾ കൂടി പോയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോഴാണ് മൂന്നാർ എത്തിയത്. അപ്പോൾ നമ്മൾ നന്ദുവിന് ഫുഡ് കൊടുത്തു. അവന് ആപ്പിൾ വേവിച്ച് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് നന്ദൂട്ടൻ്റെ കരച്ചിലാണ് കേട്ടോ. അവന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കാർ സീറ്റിൽ ഇരിക്കാനായിട്ട് അത്ര ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ കാർ സീറ്റിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അടുത്ത എക്കോ പോയിന്റിലോട്ടാണ് കേട്ടോ പോയത്. ഒരു 2:30-3 മണി ടൈം ആയിരുന്നെങ്കിലും നല്ല തണുപ്പായിരുന്നു അവിടെ. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് അതിൽ കൂടെയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് വഴി തെറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെയോ ഉദാഹരണ കയറി പോകുന്നതാണ്. അതുകൊണ്ട് വഴി ഭയങ്കര മോശമായിരുന്നു. ആക്ച്വലി നമ്മുടെ റിസോർട്ടിലോട്ടുള്ള വഴി ഭയങ്കര മോശമായിരുന്നെങ്കിലും നല്ല വൈബായിരുന്നു കേട്ടോ. വഴി കാണാനായിട്ട് പോണ വഴി നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിയിട്ട് ഒരു 6 മണി 6:30 നമ്മൾ റിസോർട്ടിൽ എത്തിയപ്പോൾ അർബർ റിസോർട്ട് നാട്ടു റിസോർട്ടിൻ്റെ പേര്. ഇപ്പോൾ അവിടെ ബലൂണൊക്കെ കെട്ടിക്കുന്നുണ്ടല്ലോ. അവിടെ നൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, മറ്റേ DJ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ ഇവരുടെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നതൊക്കെ ഇവരുടെ തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇപ്പോൾ കണ്ടതിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മുടെ റിസോർട്ടിലെത്തിയേക്കാണ്. റിസോർട്ടിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കുന്നത് അവിടെ. Because the people from different countries and different cities and different states of Kerala. Here the welcome we made on the Hindi. Someone told Tamil theriyuma. ഇവിടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഇതൊക്കെ അവരുടെയാണ്. അപ്പുറം കാണുന്ന ദാ ബിൽഡിങ് ഒക്കെ ഇവരുടെ തന്നെ റിസോർട്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവാണ്. ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് രാവിലെ റിസോർട്ടിനോട് ബൈ ബൈ പറയാൻ നിൽക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് കമ്പം തേനിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 9 മണി 9:30 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്.
എന്തായാലും ന്യൂ ഇയർ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കമ്പം തേനി വ്ലോഗ് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ.